കേസെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പണം കൊണ്ടാണ് CPM നേതാക്കളുടെ സുഖജീവിതം. CPM നേതാക്കളുടെ സ്വത്ത് സമ്പാദനം ED പരിശോധിക്കണമെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ ആവശ്യപ്പെട്ടു. BJP പ്രവേശനത്തിന് പിന്നാലെ മൂന്നാറിൽ വിപുലമായ സ്വീകരണ പരിപാടിയാണ് എസ് രാജേന്ദ്രനായി ഒരുക്കിയത്. നാലു പതിറ്റാണ്ട് നീണ്ടുനിന്ന CPM ബന്ധം ഉപേക്ഷിച്ച് BJP-യിൽ ചേർന്ന എസ് രാജേന്ദ്രനായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ മൂന്നാർ ടൗൺ സ്തംഭിച്ചു. 2000-ഓളം വരുന്ന പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് BJP-യുടെ ആദ്യ പൊതുപരിപാടിയിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേവികുളം മണ്ഡലത്തിന് ഇത്തവണത്തെ ഇലക്ഷൻ നിർണായകമെന്നും ആ ഇലക്ഷനെ എസ് രാജേന്ദ്രൻ നയിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മൂന്നാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇലക്ഷനായിട്ട് നിങ്ങൾ എല്ലാവരും കാണണം. നമ്മുടെ മൂന്നാറിന്റെ ഭാവി, കേരളത്തിന്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി, ഇതെല്ലാം നമ്മൾക്ക് തീരുമാനിക്കേണ്ടത് ഈ ഇലക്ഷൻ വഴിയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് BJP-യിൽ ചേർന്ന 1000-ലധികം പേരെ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. மறுபடி பிரசங்கத்திலான எஸ் ராஜேந்திரன் CPM-നെതിരെ ஆഞ്ഞடிச்சது. அக்கட்சியின் தலைமை பொறுப்பில் இருக்கின்றவர்கள் தொடர்ந்து வந்தார்களே, அவர்கள்தான் வஞ்சித்தார்கள். நான் பதவியில் இருக்கின்ற பொழுது இந்த கட்சிக்கு கிடைத்தது, MLA-யாக இருந்தபோது நான் உழைத்த உழைப்பு, அந்த உழைப்பிலே இடமலக்குடையும், அந்த உழைப்பிலே தோட்டப்பகுதியிலே ரெகக்னைசன், இந்த கம்பெனியிலே அங்கீகாரமும், தோட்டப்பகுதியிலே மற்றுபலம் என்னால் மட்டுமல்ல எல்லோருடைய உழைப்பிலும் தலைமை தாங்குவதற்கு கிடைத்த அரிய வாய்ப்பில் இந்த கட்சிக்கு இன்று மட்டுமல்ல, இந்த தலைவர்களாக இருக்கின்றவர்களின் மக்கள், தலைவர்களாக இருக்கின்ற இன்றைய தலைவர்கள், அவர்களினுடைய வீடுகளிலும் குழந்தைகளும் இன்று அனுபவிக்கின்ற பொருளாதார முன்னேற்றம் என்பது என்ற உழைப்பில் அவர்களுடைய மரண காலம் வரை அவர்களுக்கு இருக்கின்றது. அப்படிப்பட்ட வேலையை, உழைப்பை அந்த இயக்கத்திலே விட்டுவிட்டுத்தான் நான் வந்திருக்கின்றேன் என்பதை நான் நினைவு கூற இந்த சந்தர்ப்பத்திலே ஆசைப்படுகின்றேன். കഴിഞ്ഞ 5 കൊല്ലം ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ CPM തന്നെ വിലക്കി. 40 വർഷത്തെ പൊതുപ്രവർത്തനം കൊണ്ട് താൻ ഒന്നും നേടിയിട്ടില്ലെന്നതിന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ തയ്യാറാണെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പണം കൊണ്ടാണ് CPM നേതാക്കൾ യാത്ര ചെയ്യുന്നതെന്നും എസ് രാജേന്ദ്രന്റെ വിമർശനം. 40 ആണ്ട് കാലത്തിற்கு பிறகு எனது சம்பாத்தியம் என்ன என்று பொதுமக்களினுடைய சோசியல் ஆடிட்டில் இருக்கிறது. அதே போன்று ஒரு பதவியிலும் இல்லாத கட்சி தலைவர்கள் இந்த 40 ஆண்டு காலத்தில் அவர்களுடைய செல்வாக்கும் சொத்தும் என்ன என்று சோசியல் ஆடிட் இருக்கின்றது. இவை இரண்டையும் சவாலாக நமது மதிப்பிற்குரிய மாநில தலைவர் அவர்களோடு நாங்கள் இதுவரை எதுவும் எங்களுக்காக கேட்கவில்லை, ஆனால் ED வர வேண்டும் என்று நான் இப்போது கோரிக்கை வைக்கின்றேன். CPI വിട്ട് BJP-യിലെത്തിയ ദേവികുളം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് GN ഗുരുനാഥനെയും യോഗത്തിൽ സ്വീകരിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, NDA സംസ്ഥാന ചെയർമാൻ AN രാധാകൃഷ്ണൻ, BJP ആലപ്പുഴ മേഖലാ പ്രഭാരി N ഹരി, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ജനം